ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ രീതിയിലുള്ള പൊട്ടറ്റോയുടെ മസാലക്കറിയാണ്. ചപ്പാത്തിക്കും പൂരിക്കും നല്ല ബെസ്റ്റ് ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 4 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളിയും 2 സവാളയും ഒരു 10 അല്ലി വെള്ളുള്ളിയും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണെങ്കിൽ 3 എണ്ണം മതിയാവും. തക്കാളി വളരെ ചെറുതായി കട്ട് ചെയ്യണം. സവോള നീളത്തിൽ കട്ട് ചെയ്യുക, അല്പം കനം കുറച്ചിട്ട് ഇതേപോലെ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളുള്ളി നമ്മളിത് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചൂടാക്കി എടുക്കുക, കരിഞ്ഞു പോകാതെ. ഇതേപോലെ ഞാനത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾക്ക് ഒരു കടായി അടുപ്പിലേക്ക് വെക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇടുക. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കട്ട് ചെയ്ത സവോളയും വെള്ളുള്ളിയും ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ ഒരുവിധം ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ഒരു 1.5 മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് ഒരു 1.5 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ശരിക്കും ഒന്ന് വഴന്ന് വരണം. അതുകൊണ്ടാണ് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തത്. ഇനി അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തക്കാളിയും സവോളയെല്ലാം ചേർത്ത് വെക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇതേ ഘട്ടത്തിൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. കിഴങ്ങ് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. എന്നതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ മസാലപ്പൊടികൾ ചേർത്താൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. കഷ്ണങ്ങളൊന്നും വേവാറായിട്ടില്ല. ഈ സമയത്ത് നേരത്തെ ചൂടാക്കി വെച്ച മസാല ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ 1/4 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂണ് മീറ്റ് മസാലയാണ്. അതായത് ചിക്കൻ മസാലയോ മീറ്റ് മസാല എന്തെങ്കിലും ചേർക്കുക. അപ്പോൾ നല്ലൊരു മണമായി മസാലക്കറിക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് വരും. അപ്പോൾ ഇതേപോലെ എന്തായാലും സവോളയും തക്കാളി ഇത്രയും ചേർക്കണം. അപ്പോൾ അതിന് നല്ല രുചിയാണ്. ആ മസാല കുത്തലൊന്നും തീരെ ഉണ്ടാവില്ല. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഒരു 5-6 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോൾ ഒന്ന് അല്പം ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. 5 മിനിറ്റ് കൂടി കഴിഞ്ഞു. തുറന്ന് നോക്കി. അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ശരിക്കും ഒന്ന് വെന്ത് വന്നു. ഇനി നമ്മളതൊന്ന് ശരിക്കും ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഗ്രേവിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 ഗ്ലാസ്സിൽ അളവിൽ ഒഴിച്ചിട്ട് നമ്മൾ അത് കറക്റ്റ് പരുവാക്കി വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് അടച്ച് വെക്കണം. ഇപ്പം ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ പോരാത്ത ഉപ്പും ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്തു. അപ്പോൾ സൂപ്പർ ടേസ്റ്റായി. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പൊട്ടറ്റോ മസാലക്കറിയാണ്. അപ്പോൾ 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മളെ പൊട്ടറ്റോ മസാലക്കറി റെഡിയായി. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടി ആ ഗ്രേവി ഒന്ന് കുറുകി വരും. പൊട്ടറ്റോ ഒക്കെ ശരിക്കും നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സവാളയുടെ ചെറിയ മധുരവും തക്കാളിയുടെ പുളിയൊക്കെ ആയിട്ട് നല്ലൊരു രുചിയാണ്. അതിൻ്റെ ഫ്ലെയിം ഓഫ് ആയി കൊടുത്തു. ഇനി നമ്മൾക്ക് വേണ്ടത് അതിലേക്ക് ഒരു ചെറിയ വറവാണ്. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരല്പം കടുകും കുറച്ച് കറിവേപ്പിലയും മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ള് മുളക് പൊടി ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നമ്മളതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ അടിപൊളി പൊട്ടറ്റോ മസാലക്കറി ഇവിടെ റെഡിയായി വന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു ബൗളിലേക്ക് ഞാനിതായി കറി മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു നാടൻ കറിയാണ്, നല്ല രുചിയുമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇന്നിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ ഈ ഒരു മസാലക്കറി സൂപ്പറായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്